അപ്പോൾ നമ്മളിത് സ്പൂണായിരിക്കുകയാണ്. ഇപ്പം തന്നെ 5 ദിവസമായി കളിച്ചിട്ട്. ഇത് സൈഡിൽ കാണാം. സ്പോണായത് ഒരു കുറ്റിക്കാട്ടിലാണ്. അവിടെ നിന്ന് നല്ലൊരു സ്ഥലം കിട്ടാൻ കുറച്ച് നടക്കേണ്ടി വന്നു. ഇത് അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് ഏരിയ ആണ്. അതുപോലെ ഇവിടെ ഒരു എന്തോ റിവീനോ ഏവോ എന്തോ ഉണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. എല്ലാം വഴിയേ ചെയ്യാം. അപ്പം നമ്മളിത് കളിച്ചിട്ട് ഒരുപാട് കാലമായി. നമുക്കൊരു ഫാം ഉണ്ടാക്കിയല്ലോ. ഇങ്ങനെ ബേസിക്സ് തൊട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അപ്ഗ്രേഡായി പോകാം. അതല്ലേ നല്ലത്. ഈ റിവീൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. പിന്നെ ആദ്യം കുറച്ച് സാധനങ്ങൾ വേണം. മരം ഇവിടെ കട്ടെ, ഗ്രാവൽ ഇവിടെ കട്ടെ, സ്റ്റിക്ക് ആശ ഉണ്ടാവും, കുറച്ച് കോള് കോളാടന്നട്ടെ, ബ്ലാക്ക് കോൾ. ഫുഡായിട്ട് പോവാം. അതിനുള്ളത് ഹലോ ഓ കുതിര സാഡിലില്ല. സാഡിൽ വന്നിട്ട് സാഡിൽ കിട്ടിയിട്ട് നമുക്ക് ടൈം ചെയ്യാം. പോയിന്റ് കായ കുറേ നേരമല്ല. ആവശ്യത്തിന് ഫുഡായി. ഇപ്പോൾ ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുമ്പ് ഒരു സാധനം കൂടി പോകാം. ടോർച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ടോർച്ച്. ഇതും കൂടി ഉണ്ടായിക്കോട്ടെ. എവിടെ പോണം എന്നാണ് ഒരു കൺഫ്യൂഷൻ. ഇങ്ങോട്ട് ഇറങ്ങിയാലോ? അവിടെ എന്തോ ഉണ്ടല്ലോ. ഞാൻ വേറൊരു സ്ഥലം കൂടി കണ്ടിട്ടുണ്ട്. ഇവിടെ സൈഡിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഒരു സ്ഥലം കൂടി ഉണ്ട്. ഇതാണോ? ഇതങ്ങ് അതിലേക്കുള്ള എൻട്രൻസ് അല്ലേ? ഇത് എൻട്രൻസ് ആണ്. ഇതല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരു റിവീന് അതാ ഒരു റിവീന് പോലെ വലിയൊരു അയ്യോ അങ്ങ് പോവല്ല. എല്ലാം നോക്കിയിട്ടൊക്കെ പോവാം. ഇവിടെ നല്ല ചെത്തി വെച്ചതിനോട്ടുണ്ട്. കേക്കൊക്കെ മുറിച്ചതിനോട്ട്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലേ. ഇറങ്ങി നോക്കാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനിതിപ്പം കളിച്ചിട്ട് ഏകദേശം 2 വർഷത്തിൻ്റെ മേലെയായി. കൺട്രോൾസൊക്കെ ഒന്ന് പരിചയമായി വരണം. 2 കൊല്ലം മുമ്പ് ഞാൻ ഇത് കളിച്ചതാണ്. പിന്നെ ഇവിടെയൊക്കെ വെളിച്ചം കാണുന്നുണ്ട്. എന്താണെന്ന് അയ്യോ ബെഡ് എടുത്തില്ല, മോശമായി. ബെഡ് എടുത്തിട്ട് വരാം. രാത്രിയായാൽ പ്രശ്നമാണ്.
ഒരു ബെഡ് ഉണ്ടാക്കാം, അത് അത്യാവശ്യം. നൈറ്റ് ആയാലേ ഡൈ കൊടുക്കണമല്ലോ. ഡൈ ട്രേഡറൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. ആയിക്കോട്ടെ. ഒച്ച ഉണ്ടാക്കുന്നത് അല്ലല്ലേ? ഓക്കെ. എന്നാ ഇതൊന്ന് ലൈറ്റ് ഗ്രേഡ് ആയില്ല. ഓക്കെ. ബെഡ് വേണം, ഫസ്റ്റാണ്. ഒരു അടയാളം കൂടിയാണ് ഇവിടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ചവർത്ത് ഇല്ല, ചത്തില്ല. ഓക്കെ. ഫുഡ് കഴിച്ച ഹെൽത്ത് ഫുള്ളല്ലേ? ഇവിടെ ഒക്കെ ടോർച്ച് വെക്കാം. ഒരെണ്ണം ഒരു സ്ഥലത്ത് ഒരെണ്ണം മതി. ഇനി നമുക്ക് റിവീനിലിപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം എവിടെ നോക്കിയാലും മനസ്സിലാവില്ലേ. ഇനി റിവീൻ ഇവിടെ എവിടെയോ ബെഡ് കഴിഞ്ഞിട്ടല്ലേ? രാത്രി ആയാലും വലിയ പ്രശ്നം. ഓ, കോളുണ്ട് ഇവിടെ. ഓ, ബീഹൈവ്. അത്തട്ടു ഒരു മട്ടൻ പോർക്ക് ആയിക്കോട്ടല്ലേ? ടൂൾസ് വേണല്ലേ? ടൂൾസ് എല്ലാം പോയി. എന്തെന്നാ ഇത് പോട്ടെ. സോഡുണ്ട്, സ്പിയർ ഉണ്ട്, ഒരു പിക്കാക്സ് വേണല്ലേ? പിക്കാക്സ്. കോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഈ ബട്ടൺസ് ആയിട്ടൊന്ന് യൂസ് ചെയ്യണം, കുറച്ച് ടൈം എടുക്കും. അതായത് ഗ്രാവൽ ഫ്ലിന്റ് കിട്ടുക. ഒരു ഫ്ലിന്റ് എൻ്റെ അടുത്തുണ്ട്, ഒന്നുകൂടി കിട്ടിയാൽ നല്ലതായിരുന്നു. ഹൈറ്റ് പോരല്ലേ? ഇനി ഹൈറ്റ് പോരാന്ന് പറയുന്നത്. അത് കിട്ടാൻ ചാൻസ് ഇല്ല. ഒന്നുകൂടി കൂട്ടാല്ലേ? ഒരു ഫ്ലിന്റ് കിട്ടിയിട്ടുണ്ടല്ലേ?
ഈ ബെഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടാൽ എന്താ? കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ട് കേട്ടോ അടിയിൽ. ലൈറ്റൊക്കെ കാണുന്നു. ലാവയാണോ അത്? ഇത് മറ്റേ കോപ്പർ, കോള്, അയൺ എവിടെയും കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലൊക്കെ ഉണ്ടോ അയൺ? അയണാണ് ആവശ്യം. അയൺ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ക്രീപ്പറൊക്കെ ഉണ്ട്. ഒരു ഷീൽഡ് ഉണ്ടാക്കിയല്ലോ, എന്തായാലും ഒരാണ് കയ്യിലുണ്ട്. ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കും. കയ്യിൽ ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് രാത്രിയായാലും മോബ്സിന്റെ, സോംബിന്റെയും ക്രീപ്പറിന്റെ ഒക്കെ ഘോഷയാത്രയാണ് ഇവിടെയും കൂടി എന്ന് വെച്ചാൽ നേരെ കയ്യിലുള്ള എന്തോ ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്തുനിന്നാണ് ഇതിൻ്റെ അകത്തുനിന്നല്ലേ. ഓ, ഇത് കുറച്ച് വലിയ ഇതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് റിവ്യൂൻ എന്താണെന്ന്. അയ്യോ, എൻട്രമൻ. എൻഡർമാനെ കൊന്നിട്ടുന്ന കാര്യം ഇവിടെ. എൻഡർമാൻ പോയാ തേനീച്ചിൻ്റെ അടുത്ത്. ഇതല്ലല്ലോ ഇവിടെ പന്നിയും കോഴി. ഓ, അയാൾ ഞാൻ കണ്ട്. അയാണ് കണ്ട് മക്കളെ, അയാണ് കണ്ട്. ഏതെങ്ങനെ പോണ്ടെന്നറിയില്ല. ബാക്കിലാരും വരില്ലെന്ന് വിചാരിക്കല്ലേ. ഓ ഓ ഓ ഓക്കെ ഓക്കെ, ഓരാമില്ലായിക്കോളൂ. നമ്മളില്ല ഇടപെടണ്ട. അതാ മാച്ചാണ്, മാച്ചാണ്. ഓ ഓ, അത് തന്നെ, അത് തന്നെ. ഓ, ഒരാടെ എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ. ഞാനിവിടെ അയലാണ് എടുത്ത് പോകുന്നത്. ഓ, അത് തീർന്നോ? നല്ല അയണെടുത്ത് പറ്റ അയാണ്.
ഒരാണ് മാത്രമേ ഉള്ളൂ. ഒരു ബക്കറ്റ് ഉണ്ടാക്കാനല്ലേ? ഇതാ റിവീനായിട്ട് കണക്റ്റ് ആയതാണോ? ഒരു ഗ്രാവലൊക്കെ ഇത് വെക്കാത്ത അതിന്റെ മേലക്ക് അതിന്റെ ഇത് എടീനു ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഫസ്റ്റ് ഡേ ഉണ്ടാട്ടോ ഇങ്ങനെ പോന്നെ. സെറ്റാക്കാം, വരും ദിവസങ്ങളിൽ സെറ്റാക്കാം, കുറച്ചുകൂടി പവറായിട്ട് വരാം. ഇത് ഫസ്റ്റ് ഡേ ഇങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് കൺട്രോൾ കുറച്ച് യൂസ് ആവാനുണ്ട്. റിവൈൻ കിട്ടി. ഞാൻ എന്തിനാ നേരത്തെ പോയെന്ന് വെച്ചത് എനിക്കിപ്പോൾ അറിയില്ല. എൻ്റെ ബെഡ് എവിടെ? ഇവിടെ റെസ്പോൺ പോയിന്റ്. എന്നാൽ ചത്താവുന്നല്ല ഇങ്ങോട്ട് വരാമല്ലോ. ഇവിടെ എവിടെയെങ്കിലും മഴയാണുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചാട്. ഓക്കെ ചാടി. ഓ സോംബി സ്കെൽറ്റ്. ഓ അവിടെ കുറെ ആളുണ്ടല്ലേ. ചാത്ത അത് കോപ്പറല്ലേ? അല്ല അയാണ് ഇവിടുന്ന് താഴെ വരണല്ലേ. ടോക്കൺ പ്ലാൻസ് യൂസ് ചെയ്യാം. അയ്യോ ഇന്റർനെറ്റ് ഇയാളെ കൊണ്ട് വലിയ ശരിയായി. ഇതൊന്നാ സ്പോണർ ഉണ്ടോ? ഇത്ര എന്റർമാനാ സൈഡിൽ നോക്കും. അയ്യോ അങ്ങോട്ട് നോക്കണം. കായാണ് വേണമെങ്കിൽ പെട്ടെന്ന് മൈൻഡ് ചെയ്താൽ കിട്ടി. അയൺ കിട്ടിയിരിക്കുകയാണ്. ബക്കറ്റ് ഉണ്ടാക്കാം. ഇനി ഫാമിങ്ങും അനിമലിനെയും ഉണ്ടാക്കാം. അതിനിപ്പോൾ രാത്രി അവന് ഇത് ഹാർഡ് കോർ മോഡൊന്നുമല്ല, നോർമൽ മോഡ്. എന്നിട്ടാണ് ഇത്രയും മോബ്സ് ഇങ്ങനെ അടങ്ങാറാക്കുന്നു. ഞാൻ വിചാരിച്ച എൻ്റെ ഐറ്റംസ് ഒക്കെ പോയി എന്ന് നോക്കുമ്പോൾ ടോർച്ച് പോയില്ലേ. ടോർച്ച് പോയി. ചെതറ് ഒരു ചിക്കൻ ഉണ്ടായിരുന്നു, അത് പോയി. ആക്സ് എന്തൊക്കെയോ പോയില്ലേ. ഓക്കെ സാരല്ല.
ഇവരുണ്ടാക്കിയ എൻഡർമാൻ പറയുന്നത്. ആ റിവ്യൂവിൻ്റെ അകത്ത് ഇഷ്ടം പോലെ എൻഡർമാൻ ഉണ്ട്. ഇത് സ്പോണർ ഉള്ള പോലെയാന്ന് തോന്നുന്നത്. എല്ലാ മോപ്സും ഉണ്ടായില്ലേ. മൊപ്പമായിട്ട് അത് ചെയ്താലോ നോക്കാം. പ്ലാനിങ് മെക്സ് എ മാൻ മിണ്ടാടുക്ക്. അല്ല ഇനി ഇത് സ്മെൽറ്റ് ചെയ്താ പോരെ ബക്കറ്റ് ഉണ്ടാക്കാം. അല്ല ഞാനെന്തൊക്കെ ചെയ്യുന്നു. സ്മെൽറ്റർ ഒരെണ്ണം ഇതിൻ്റെ അകത്ത് ഉണ്ട് തന്നെ. ഉണ്ട് ഒരു ബക്കറ്റും ഒരു പിക്ചാക്സും ഉണ്ടാക്കാം അല്ലേ. ഒരു ബക്കറ്റ് ഉണ്ടാക്കാതെ അതാണ് ആയിക്കോട്ടെ. അപ്പോഴേക്കും അയ്യോ ഇതല്ല ബക്കറ്റ്. പിന്നെ വെള്ളത്തിന് ഇവിടെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളമെടുത്തിട്ടാണ് ഇനി നേരെ തിരിച്ചു പോകാം. ഈ ഗെയിം ഇപ്പോൾ കളിച്ചിട്ട് ഒരുപാടായി. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാനുണ്ട്. ഞാൻ എന്തിനാ ഇനിയാണ് കുറച്ച് പണിയുള്ളത്. ഇവിടെ ഒന്ന് വൃത്തിയൊക്കെ ഒരു ഫാം ഉണ്ടാക്കണം, ഒരു വീടും വേണം. അതാണ് ഇനി അടുത്ത പ്ലാൻ. പിന്നെ എൻ്റെ കോളോടെ കോളിൻ്റെ അകത്തോണ്ട് വെച്ചിട്ട് ജസ്റ്റ് എടുത്ത് ഇത് ഇതിൻ്റെ അകത്ത് പോട്ടെ. അവിടെ ഇനി ഒന്നുകൂടി പോകണം. ഇവിടെ ഒന്ന് ലൈറ്റ് വെച്ചിട്ട് വരെ. ഇവിടെ അടുത്തടി ഒരു ഒറ്റൊരു ചെറിയ ബ്ലോസം ഉണ്ട്, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതാ അയ്യോ ഒരെണ്ണം മാത്രം ഈ ഏരിയ. അതിൻ്റെ ഒരു സാപ്ലിങ് നടണം. അത്യാവശ്യം ഏരിയ ലൈറ്റപ്പ് ആയില്ലേ. ഫുഡാണ് മെയിൻ. കാണുന്നതൊക്കെ ഒന്ന് വെട്ടിക്കളിച്ചിട്ട് വരാം. എന്താണ് ഫാമുണ്ടാക്കണം. ഇഷ്ടം പോലെ പൊതിര് എല്ലാം പ്ലെയിൻസ് ആയതുകൊണ്ട് നല്ല ഈ മോപ്പ് നല്ലോണം സ്പോണാണുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സീഡായിട്ടില്ല. ഇനി നോക്കി ഇവിടെ മരങ്ങൾ ഒന്നുകൂടി പോകുക. കോപ്പിൾ സ്റ്റോൺ ഉണ്ടോ? കോപ്പിൾ സ്റ്റോൺ ഒന്നേ ഉള്ളൂ. തല ഇവിടെ നിന്ന് എടുക്കാല്ലേ. ഒരാക്സ് മരം തീർന്നു.
എൻ്റെ അടുത്തൊരു സ്പ്രോസിൻ്റെ സാപ്ലിംഗ് ഉണ്ട്. ഇത് സ്പ്രോസ് വുഡ് കിട്ടുമല്ലോ. എവിടെ തൽക്കാലം ഇവിടെ അങ്ങ് നടാം. രാത്രിയായോ? ഇല്ല, ഉച്ചയായിട്ടില്ല. ഇതിന് നമ്മളിങ്ങനെ കളിച്ച് ഒരു ലെവലാകുന്നത് വരെ രാത്രിയെ നമ്മൾ പേടിക്കണം. മോബ്സ് അത്രയും ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ കുറച്ചുകൂടി സ്ട്രോങ്ങറാണ്. ഇവിടെ മരം എവിടെ? അത് ബീഹൈവ് ഉണ്ട്, അതുകൊണ്ട് ഒത്തുകൊണ്ട് ചാവില്ലെങ്കിൽ. ഇപ്പൊ ഓക്ക് കിട്ടിയല്ലേ. ഞാൻ ഒരു സ്പ്രൂസ് ഫോറസ്റ്റിനകത്താണ് സ്പോണായത്. അതാ 5 ദിവസം നാട് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട്, അത്രയും ട്രാവൽ ചെയ്ത് വന്നു. അതാണ് ഡേ 5 സൈഡ് കണ്ടത് തുടക്കത്തിൽ. ഇതല്ല. What is this? Bro, what is this, bro? Hello. ഇത് ഞാൻ ഒരു പ്രാവശ്യം മൗണ്ട് ചെയ്ത് വെച്ചാ അല്ലേ? അല്ല അത് വേറെ. അതോടോ എന്നെ കൊണ്ട് പോയാ മതി. എന്നെ കൊണ്ടേ പോ, ഞാൻ നിന്നെ കൊണ്ടേ പോ. എന്തോടോ ഓക്കെ. ലൗച്ചിനൊക്കെ വന്ന് ഇനി ഇറങ്ങി. ടാറ്റാ. ഞാൻ സൈഡിലായിട്ട് വരാം കേട്ടോ. അത്യാവശ്യമായിട്ട് ഇപ്പം ഞാൻ തന്നെ ഉദ്ദേശിച്ച ഇനി ഇതിൻ്റെ അകത്തുനിന്ന് സാപ്പിളിങ് കിട്ടി അത് നാട്ടാണോ? ഇതിൻ്റെ അകത്തുനിന്ന് ആപ്പിളുണ്ട്. ആപ്പിള് പിന്നെന്നാ സാപ്പിളിങ്ങിൻ്റെ വെട്ടി നോക്കണം. സാപ്ലിങ് എന്നാ കിട്ടിയേ? കിട്ടി. സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ തന്നെ നട്ടേക്കാം, ഒന്ന് ഇങ്ങോട്ട് നട്ടേക്കാം, ഒന്ന് ഇവിടെ നട്ടേക്കാം. ഞാൻ ചെറിയ ബ്ലോസം പോയി എടുക്കട്ടെ. എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഈ ചെറിയ ബ്ലോസ് ഐറ്റം കൂടുതൽ ഇഷ്ടപ്പെട്ട മരം. അതിൻ്റെ ലീഫും കാണാൻ അടിപൊളിയാണ്. ഒരു ഷെയ്ഡറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല. പാടാ കുട്ടാ. ഇത് സാപ്ലിങ് കിട്ടിയ പിന്നെ ഇല വേണ്ടല്ലേ. ഞാൻ ഇല എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുന്നു. കണ്ട ഗൈസ്, നല്ല സ്ട്രോബെറി പോലെ എടുത്ത് ഫുൾ മരം മുറിച്ച്. അതിൻ്റെ ഇടയിൽ ഒന്ന് സ്ട്രിപ്പ് പോയിപ്പോയി. എന്തെങ്കിലുമൊക്കെ തരൂ. ഒരു ഇത് കിട്ടുമോ? സാപ്ലിങ് എന്തോ കിട്ടിയല്ലോ. പിങ്ക് ബീൽസാ, സാപ്ലിങ് ഇല്ല. മറ്റൊരു വരുമായിരിക്കും അല്ലേ? കുറച്ച് ഇത് കളക്ട് ചെയ്തേക്കാമല്ലോ. ഇത് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല, എന്നാലും രാത്രി അവന് വേഗത്തിലൊന്ന് ഉറങ്ങിയിട്ട് വേഗത്തിൽ വരാം. ഒരു 10 രൂപ ബെഡ് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ഇങ്ങനെ ഓടി ഓടി നടക്കുന്നതിന് നല്ലതാ തോന്നുന്നു. സ്ലീപ്പ്.
ഇവിടെ പിന്നെയും പിന്നെ സാപ്ലിങ്സ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. എല്ലാം എടുത്തേക്ക്, എല്ലാ ആവശ്യം, എല്ലാം ആവശ്യമുണ്ട്. എൻ്റെ ചെറിയ ബ്ലൗസോ എന്താ ഫുഡില്ലല്ലേ? ഓ, സൗണ്ട് എഫക്റ്റ്. ഓ, ഇങ്ങനെ ഇത് ഞെക്കി പിടിച്ചാൽ സ്പീഡ് പോവില്ലേ? പക്ഷെ ഹങ്കർ നല്ല രീതിക്ക് കുറയും. അല്ല, ഇതിൻ്റെ അകത്ത് സാപ്ലിങ് കിട്ടൂലേ? കിട്ടാണ്ടിക്കൂലോ. അല്ലേ ഞാൻ മുറിക്കൂലേ നീയോ? ഇതൊന്ന് സാപ്ലിങ്സ് കിട്ടേണ്ടതാണ്. ഇതല്ലാലോ കുഴിച്ചിടുക. ഹലോ, ഒരു സാപ്ലിങ് ഒരു സാപ്ലിങ്ങും ഇല്ലേ? അയ്യോ, അത് മോശമായിപ്പോയി. അതറിയാൻ ഒരു ഷിയർ എടുക്കും. ലീഫ് ഒരു സാപ്ലിങ്, ഒറ്റ സാപ്ലിങ് എങ്കിലും. സാപ്ലിങ്സ് ഉണ്ടോ? ലാഗൊന്നും ഇല്ല കേട്ടോ. ഒരു സാപ്ലിങ്. അയ്യോ, ഇത് ആകെ ഇപ്പം കുറച്ചേ ഉള്ളൂ. സാപ്ലിങ് ഇല്ലേ? സാപ്ലിങ് ഇത് ബോൺമിലായിട്ട് കാര്യമില്ലല്ലോ അല്ലേ? സാപ്ലിങ് ഇല്ലാത്ത മരം. വൈ ബ്രോ വൈ? ഓൾ ഡാമേജ്. ഒരു സാപ്ലിങ്, ഒറ്റ സാപ്ലിങ് എങ്കിലും. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. ഓ ഗൈസ്, കിട്ടി. മോനെ കിട്ടി. സമാധാനം. അതല്ല, ഒരെണ്ണം കിട്ടിയോ? സന്തോഷം. ഇത് തൊട്ടടുത്ത് തന്നെ. മറ്റേ ഓക്ക് ഇവിടെയല്ലേ? ഓക്കിന്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ. ഇത് ചെറിയ സാപ്ലിങ് ഇവിടെ നോട്ടെ. ഇവിടെ ശരിക്കും മോപ്പ് ഫാം ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ കേവ്സും ഒക്കെ ഉണ്ട്. അതിനാണ് സ്പോൺ റേറ്റും ഉണ്ട്. എന്നാലും ഉണ്ടാക്കാം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബീഹൈവ് ആണ്. ഇത് കണ്ടുപിടിച്ച നാച്ചുറലായിട്ട് കിട്ടാൻ കുറച്ച് പണിയാണ്. എനിക്ക് റെയറൊന്നുമില്ല, പക്ഷേ ഇവിടെ ഉള്ളത് നല്ലതാണ്. ഒരു ഹണിയൊക്കെ ഉണ്ടാക്കുക. ഗ്ലാസ് ബോട്ടിലുണ്ട്, ഹണി എടുക്കാം. ഓക്കെ, ബീ ഫാമിനൊക്കെ നല്ലതാണ്. ഹണി ഒരുപാട് കിട്ടും. ഉച്ചയായി, സൂര്യൻ ഉച്ചയായിട്ട് അടിക്കുന്നുണ്ട്. ഓ, ഞാൻ എന്താ ചെയ്യും? ഓക്കെ മനസ്സിലായി. ഇനി വേണ്ടത് ഒരു ഹോ ആണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഇതിവിടെ നടക്കാം. ഇവിടെ ആയിക്കോട്ടെ അല്ലേ? ഹോ ചെയ്യണമെങ്കിൽ വാട്ടർ ബക്കറ്റ്.
ഇനി ഇവിടെ നടാം. നനഞ്ഞ മണ്ണിൽ നടാം. ഇതല്ലേ നല്ലത്. ഇനി ഇതെല്ലാം വലുതാവട്ടെ. വേണേ ഇവിടെ നിന്ന് കുറച്ച് എടുക്കാല്ലേ. ഇത് കാണുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജിയൻ്റെ ഒരു ഇതാണ്. ഇത് ഗെയിം ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി, എന്നാൽ ഈ പുതുമ അത് നിലനിർത്തുന്നുണ്ട്. ഇതെപ്പം കളിച്ചാലും എന്തോ ഒരു പ്രത്യേക ഫീലാണ്. അത് എന്താ എങ്ങനെ പറഞ്ഞ് അറിയിക്കേണ്ടതെന്ന് അറിയില്ല. പൊക്കലത്രയാവട്ടെ. ഇനിയുള്ളത് ഒരു വീട് വെക്കണം. നമുക്ക് ഓരോരോ ലെവലായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് പോകാം. ഇനി ഈ പുല്ലൊക്കെ വളർന്നിട്ട് വേണം ഇവരൊക്കെ ഒന്ന് ബ്രീഡ് ചെയ്യിച്ച് അങ്ങനെ കുറച്ച് ഫാമൊക്കെ ഉണ്ടാക്കാൻ. എൻ്റെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു ടൈം ഗ്യാപ്പ്, ഇത് കളിച്ച് നിർത്തി പിന്നെയും കളിക്കാനെടുത്തൊരു ടൈം ഗ്യാപ്പ് നല്ലോണം അറിയുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചാൽ വലുതാവാണ്ടിരിക്കൂലല്ലോ അല്ലേ. കാര്യം ചെയ്യും. ഇങ്ങോട്ടോ ഇങ്ങോട്ടാക്ക്. എനിക്ക് സ്പെക്ടേഴ്സൊന്നും ഇവിടേക്ക്. ഓ ഏതാ മ്യൂസിക്. നാടെ ഇവിടെ നിൽക്കടാ.